ഈ വിഷു ഈസ്റ്റർ വേനലവധിക്കാലത്ത് നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം സഖാവ് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നമ്മളോടൊപ്പം ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ സിദ്ധാർത്ഥ ശിവ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നിവിൻ പോളി, യുവതലമുറയിലെ ഇപ്പോൾ ശ്രദ്ധേയമായ ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗായത്രി സുരേഷ്, അതോടൊപ്പം തന്നെ അഭിനേതാവും നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട നമ്മുടെ മനസ്സിൽ ഒരു സ്പെഷ്യൽ സ്ഥാനമുള്ള കുതിരവട്ടൻ പപ്പുവിൻ്റെ മകൻ ശ്രീ ബിനു പപ്പുവാണ് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായുള്ളത്. നിവിനിൽ നിന്ന് തന്നെ തുടങ്ങാം. സിനിമയുടെ വളരെ പഴയ കാലം തൊട്ട് ഇപ്പോൾ വരേക്കും ക്യാമ്പസും രാഷ്ട്രീയവും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഒക്കെ നിരവധി ചിത്രങ്ങളിൽ പ്രമേയമായിട്ടുണ്ട്. എന്താണ് സഖാവിനെ വ്യത്യസ്തനാക്കുന്നത്? ആരാണ് ചിത്രത്തിലെ സഖാവ്? സഖാവ് ഒരു ക്യാമ്പസ് രാഷ്ട്രീയം കഥ പറയുന്നൊരു സിനിമയല്ല. ഇപ്പോൾ ഓരോ സഖാക്കന്മാരുടെ കഥകളും ഓരോ രീതിയിലാണ്. ഇപ്പം ഇതിനകത്ത് ഒരു സഖാവിൻ്റെ കഥ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള, നമുക്ക് വളരെ അടുത്തറിയാവുന്ന സഖാക്കന്മാരുടെ അല്ലെങ്കിൽ ഒരു സഖാവിൻ്റെ കഥയാണ്. ഇപ്പോൾ നമ്മൾ ഈ അൺസങ് ഹീറോസ് എന്ന് പറയുമ്പോൾ അവർ മുന്നിലല്ല, അവർ അവരുടെ ലക്ഷ്യം അതല്ല. അങ്ങനെയുള്ള ഒരുപാട് സഖാക്കന്മാരുണ്ട്. ഈ സഖാവിൻ്റെ കഥയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു സംവിധായകനാണ്. ആദ്യ ചിത്രങ്ങളിൽ നിന്ന് മാറി കുറച്ചുകൂടി എനിക്കൊന്നൊരു കമേഴ്ഷ്യലി ഒരു വാല്യൂം കൂടെ ഉള്ളൊരു സിനിമ കൊച്ചവ പോലോ അയ്യപ്പ കോയിലോ, അത് നല്ല ശ്രദ്ധയാണ് തിയേറ്ററിൽ നിന്ന്, നല്ല പ്രതികരണമാണ് അതിന് ലഭിച്ചത്. അതിൽ നിന്ന് സഖാവിലേക്ക് എത്തുമ്പോൾ എന്താണ് സഖാവിലേക്ക് എത്തിച്ചത്? സഖാവ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെയാണ് സിനിമ എന്ന് പറയുന്ന കലാമാധ്യമത്തെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അസാധാരണത്വങ്ങളിലാണ് നമ്മൾ സിനിമ കണ്ടെത്തുന്നത്. തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അല്ലെങ്കിൽ ഒരു സഖാവിൻ്റെ കഥയ്ക്ക് ഈ പറയുന്ന അസാധാരണത്വം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിവിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ പേരറിയാത്ത ഒരുപാട് മരങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതിലെ പേരറിയാത്ത മരങ്ങളായിട്ടുള്ള സഖാക്കന്മാരുടെ ഒരു കഥയാണ് സഖാവ് എന്ന് പറയുന്ന സിനിമയിലൂടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഏതെങ്കിലും പേരറിയാവുന്ന മരങ്ങൾ ഈ സഖാവിന് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ? ചെഗുവേരയുടെ എന്ന പേരിൽ പറയപ്പെടുന്നൊരു പ്രസ്താവനയുണ്ട്. അതായത് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഒരാൾ ചൂഷണം അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വേദന അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ പട്ടിണി അനുഭവിക്കുമ്പോൾ അവൻ്റെ അതേ മാനസിക നിലയിലേക്ക് എത്താൻ സാധിച്ചാൽ നമുക്ക് മടി കൂടാതെ അയാളെ വിളിക്കാൻ പറ്റും, സഖാവെ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. എനിക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ എനിക്ക് ഉള്ള സഖാക്കന്മാരുടെ ഒരു ജീവിതകഥ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഗായത്രി ഇങ്ങനെ വിഷുക്കാലത്ത് കണിക്കുന്ന പോലെ ഇരിക്കുകയാണ്. എന്താണ് ഈ ചിത്രത്തിൽ ഗായത്രി അവതരിപ്പിച്ച കഥാപാത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കഥാപാത്രത്തിന്റെ പേര് ഐശ്വര്യ, ഒരു നേഴ്സാണ്. എൻ്റെ ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമാണ് എൻ്റെ റിയൽ ലൈഫ് ക്യാരക്ടർ എന്ന്. കാരണം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടിയാണ്, ചടക്കൊതുക്കൊക്കെ ഉള്ള കുട്ടിയാണ്, തൃശ്ശൂർ ഭാഷ സംസാരിക്കാത്ത കുട്ടിയാണ്, കോട്ടയം ഭാഷ സംസാരിക്കുന്ന കുട്ടിയാണ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നിന്ന് കോട്ടയം ഭാഷ സംസാരിപ്പിച്ചെടുക്കാൻ പാടും കേട്ടോ. കാര്യം ഗായത്രിയുടെ തൃശ്ശൂർ ഭാഷ ഭയങ്കര വേണ്ടി വന്നല്ലേ, നമ്മൾ വേറൊരാൾ വിളിച്ച് ഡബ് ചെയ്യിച്ചു. ശരിക്കും ഗായത്രി വന്ന തൃശ്ശൂർ ഭാഷ പറയുകയും ഇതിന്റെ ഡയലോഗ് ഫുള്ള് കോട്ടയം ഭാഷ, അങ്ങനെ അവസാനം കൊട്ടിയൂർ ഭാഷ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രത്യേകം ഭാഷയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ഇടയിൽ നിവിൻ ചേട്ടൻ അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഇന്റർവ്യൂ ഒക്കെ കണ്ടിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു നിവിൻ ചേട്ടനായിട്ടുള്ള അടിപൊളിത്തരം എന്തായിരുന്നു? അല്ല, പണ്ട് തൊട്ടേയുള്ള ഒരു ആരാധന ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, പിന്നെ ആരാധന തുറന്നു പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു അവസരമായിട്ട് തരാതെ? ഇല്ല, ഞാൻ ഇന്നാണ് തുറന്നു പറയണേ. അതെ, ഇന്നാണ് ഞാൻ നോക്കുന്നില്ല അത് കേട്ടപ്പോഴത്തേക്കും. അല്ല, അതെന്താ പറഞ്ഞ വെച്ചാ ഈ ഷോർട്ടൊക്കെ എടുക്കുമ്പോ നിവിൻ ചേട്ടന്റെ സജഷൻ ആയിരിക്കും, എന്റെ ക്ലോസ് ആയിരിക്കും. അപ്പൊ എന്നെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കാനൊക്കെ അത് ഭയങ്കര ഫേമസ് ആ തോന്നുന്നു. മുഖത്തേക്ക് നോക്കിയിട്ട് എന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ചിരിപ്പിക്കും. അതുകൊണ്ട് എനിക്ക് അതൊക്കെ എനിക്ക് ചിരിപ്പിക്കുന്നല്ല, എനിക്ക് പ്രശ്നം, ഞാനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ഒരുപാട് ഞങ്ങൾ നമ്മുടെ എന്താ പറയാ, ഞാനും ബിനുവും കൂടിയുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. നമ്മളതൊരു ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഷോട്ട് എടുത്തേ പറ്റുള്ളൂ. നമ്മളത് എനിക്ക് തോന്നുന്നു ഒരു 30 ടേക്കോളം 30 ടേക്ക് പോയി. തോന്നക്കൽ പഞ്ചായത്തിലെ അല്ല, അത് ഒരു 5-6 ആദ്യമേ തെറ്റും, പിന്നെ ചിരി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു 10-20 അങ്ങനെ പോവും. അപ്പോൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ്, അല്ലാണ്ട് മനഃപൂർവ്വം ചിരിപ്പിക്കുന്നൊന്നുമല്ല. ബിനുവിലേക്ക് എത്തുമ്പോൾ
ബിനു അടുത്തിരിക്കുമ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വീട്ടിലൊരാളിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് സത്യത്തിലുള്ളത്. കാര്യം അച്ഛനെ അത്രത്തോളം മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരാളാണ്. എങ്ങനെയാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു പ്രായമുള്ള ഒരു കഥാപാത്രമാണ് ഈ പടത്തിന് ഞാൻ ചെയ്തത്. ഒരു 65 വയസ്സോളം വരുന്ന ഒരു പ്രഭാകരൻ നീരാളി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തത്. പ്രഭാകരൻ നീരാളി എന്ന് പേരൊക്കെ ഉള്ളു. പിന്നെ കൂടുതലായിട്ട് പറയുന്നുള്ള പടം കണ്ടാൽ മതി. നിവിൻ, ഞാൻ ഇനി പറയില്ല. ട്രെയിലർ കാണുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ 2 ഗെറ്റപ്പുകളിലാണ് നിവിനെ കാണുന്നത്. ഒരെണ്ണം വളരെ ഹാപ്പി ആയിട്ട് വളരെ ജോളി ആയിട്ടുള്ള ഒരു കഥാപാത്രം. അതിനുശേഷം അവസാനത്തെ ഒരു 30 സെക്കൻഡ് വരുമ്പോഴാണ് ഒരു സഖാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു സഖാവിന്റെ രൂപം കണ്ടത്. എന്താണ് ഈ 2 കഥാപാത്രങ്ങളെ കുറിച്ചും എന്താണ് പറയാനുള്ളത്? നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെയാണ്. നിങ്ങൾ അവസാന 30 സെക്കൻഡിൽ കണ്ടതാണ് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന സഖാവ് എന്ന് പറയുന്ന ക്യാരക്ടർ. കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നൊരവസ്ഥയിലല്ല, അതുകൊണ്ടാണ് പറയാത്തത്. പഴയൊരു കാലഘട്ടം നമ്മൾ കാണുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ട്രെയിലറിന്റെ അവസാനത്തെ 30 സെക്കൻഡിൽ വരുന്ന സഖാവ്. അപ്പോൾ ആ ഒരു കാലഘട്ടം പ്രസന്റ് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടിരുന്നു? നമ്മളിത് ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. 2016 ഒരു കാലഘട്ടവും മറ്റൊന്നൊരു 70കളുമാണ് നമ്മൾ ഇതായിട്ടുള്ളത്. അപ്പം ഈ ഒരു സിനിമയിൽ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം നിവിൻ്റെ ഒരു ഗെറ്റപ്പ് ചേഞ്ച് തന്നെയായിരുന്നു. മാക്സിമം അതിൻ്റെ ഒരു എന്താ പറയുക നീതി പുലർത്തി തന്നെയാണ് ഈ 2 കാലഘട്ടങ്ങളും 2 കഥാപാത്രങ്ങളും നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് വിശ്വസിക്കുന്നത്. നിവിൻ്റെ ചിത്രങ്ങൾ പലതും പല രീതിയിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ചവയാണ്. തട്ടത്തിൻ മറയത്ത് 4 ഷോ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 5 ഷോസ് വരേക്കും പ്രദർശിപ്പിക്കാനുണ്ടെങ്കിൽ 4-5 ദിവസത്തേക്ക് ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയൊക്കെയായിരുന്നു. അതിനുശേഷം 1983 ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം ഇവിടെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വളരെയധികം ഹിറ്റായി മാറി. അപ്പോൾ ഇങ്ങനെ ഈ സക്സസ് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് എടുക്കുന്നത്? അടുത്തൊരു സിനിമ ചെയ്യാൻ നേരത്തെ അതിൻ്റെതായ പ്രഷർ എന്തെങ്കിലും വരാറുണ്ടോ? ആദ്യം എനിക്കത് അങ്ങനെ തോന്നിയിരുന്നു. അയ്യോ അടുത്ത സിനിമയും അയ്യോ നന്നായി ഹിറ്റാക്കണമല്ലോ തോന്നി. ഇപ്പോൾ അങ്ങനെ ഒരു തോന്നലൊന്നുമില്ല. ഇതിൻ്റെ എവിടെയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി. എവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അത് നമ്മളത് അവിടെ ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ട് സിനിമ ഓടില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ എവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു ധാരണ മനസ്സിലുണ്ട്. അത് അതിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് നിവിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ അഭിനയം നിവിൻ ചെയ്യുന്നത് എൻ്റെ ഭാഗം അഭിനയമാണ് എന്ന് പറഞ്ഞു നിൽക്കുകയല്ല നിവിൻ ചെയ്തത്. നിവിൻ ഭയങ്കര കൃത്യമായിട്ട് ഇടപെടാനുള്ള, എന്നാൽ അതൊരു മുഷിപ്പിക്കുന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ഒരു സെൻസിബിലിറ്റിയാണ് എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം സിനിമകളിൽ വിജയസാധ്യത അല്ലെങ്കിൽ വിജയിക്കുന്ന സിനിമകൾ സെലക്ട് ചെയ്യാനായിട്ട് നിവിനെ പ്രാപ്തനാക്കുന്നതെന്ന് തോന്നുന്നു എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഞാൻ ചോയ്സ് എന്നൊരു സാധനമുണ്ട്. നമ്മളുടെ ചോയ്സാണ് പ്രധാനം. അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നൊരു ആക്ടറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗായത്രി, ഈ ചിത്രത്തിൽ ഗായത്രി കൂടാതെ അപർണ ഗോപിനാഥ് നമുക്ക് മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ്. അതോടൊപ്പം തന്നെ ഐശ്വര്യ രാജേഷ്, തമിഴിലെ കാക്കമുട്ട ഉൾപ്പെടെ നിരവധി നല്ല ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള അഭിനേത്രി, ജോമോന്റെ സുവിശേഷങ്ങളോട് മലയാളത്തിൽ വന്നു. അപ്പോൾ ഐശ്വര്യയും അപർണയും ഒക്കെ ഈ ചിത്രത്തിലുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങൾ 3 പേരുമായിട്ടുള്ള ഒരു സൗഹൃദത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇല്ല, ബഹളം വെക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. എനിക്ക് 10 ദിവസത്തെ ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ടിംഗ്. പിന്നെ കോമ്പിനേഷൻസും കുറവായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സായി എന്നുള്ളതല്ല, എന്നാലും പരിചയപ്പെട്ടു. അതിനുള്ള സമയം കിട്ടിയിട്ടുള്ളൂ. പരിചയപ്പെട്ടു, നന്നായി സംസാരിച്ചു. കോമ്പിനേഷൻ സീൻസ് ഉണ്ട്, എന്നാലും ആ ഒരു സമയം ഒരു ഇതുണ്ടല്ലോ, ഈഗോ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പരിചയപ്പെടാൻ അതുകൊണ്ടാണ്. ഈഗോ ഒന്നുമില്ല കേട്ടോ, സമയം കിട്ടിയില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഈഗോ ഇല്ല, ഈഗോ എടുക്കാനുള്ള സമയം അങ്ങനെയല്ല. നന്നായിണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിയെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ സ്മൂത്ത് ആയിരുന്നു കാര്യങ്ങളൊക്കെ, അല്ല സിദ്ധാർത്ഥ? എനിക്ക് ഞങ്ങൾ ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ പോയി. അങ്ങനെ ഈഗോ ക്ലാഷ് ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അറിയില്ല, കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ അത് പറയണോ? വേണ്ടല്ലോ. ഏത് കോസ്റ്റ്യൂം? എനിക്ക് അത് പറയാൻ പാടില്ലല്ലോ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, എന്റെ വെറുതെ പറയട്ടെ, അത് വെറുതെ
ഒന്നും വിശ്വസിക്കരുത്. സിനിമയുടെ പിന്നണിയിലും ക്യാമറയ്ക്ക് പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഏതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? അതന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതിനെ കൊണ്ടാണ് ഇപ്പോൾ പിന്നണിയിലും ഉണ്ട് മുന്നണിയിലും ഉണ്ട്. പക്ഷെ കൂടുതലും കംഫർട്ടബിൾ ആണോ അത് ബാക്കിയുള്ളവർക്കോ? ഞാൻ കൂടുതലും ഡയറക്ഷൻ ഫീൽഡാണ് നോക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നാണ് ഇതുപോലെ സംവിധായകനായിട്ട് ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് നമ്മുടെ കൂടെ ഇരിക്കാൻ പോകുന്നത്? കുറെ നാളെടുക്കും. തൊപ്പി കിട്ടിയില്ല. അല്ല, അങ്ങനെ സംവിധായകനായിട്ട് ഡേറ്റ് ചോദിച്ചാൽ നിവിൻ കൊടുക്കും, അതോ സ്ക്രിപ്റ്റ് ഒക്കെ നോക്കി പരിശോധിച്ച് ഈ പറഞ്ഞ മാതിരി? നിവിന് സ്വന്തം അപ്പൂപ്പൻ വന്ന് ചോദിച്ചാൽ പോലും സ്ക്രിപ്റ്റ് അത് നിവിന്റെ ആ കാര്യത്തിൽ ഞാൻ വീണ്ടും ഞാൻ നിവിനെ പൊഴുത്തുന്നതല്ല. നിവിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളതാണ്. കാര്യം നിവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും നിവിന് ആ സ്ക്രിപ്റ്റ് അതാണ് ശരിക്കും വേണ്ടതാണ്. നമ്മൾ പ്രൊഫഷനും വ്യക്തിബന്ധവും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനിത് പറഞ്ഞേ ഉള്ളൂ. എനിക്ക് കുറച്ച് മറിച്ച തോന്നിയിട്ടുള്ളത്. കാര്യം ഇവരുടെ ഒരു ഗ്രൂപ്പ് ഒരു സൗഹൃദത്തിന് കുറച്ചുകൂടെ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ വിനീതിന്റെ നല്ല നല്ല സ്ക്രിപ്റ്റുകളുണ്ട്. അതുകൊണ്ടാണ്. അല്ലാതെ വിനീത് ഒരു പന്ന സ്ക്രിപ്റ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിവിൻ ഇതാക്കുമെന്നോ അല്ലെങ്കിൽ നിവിൻ ഒരു പന്ന അഭിനയം നടത്തി കഴിഞ്ഞാൽ വളരെ മോശം ഒരു ആക്ടർ ആണെങ്കിൽ വിനീത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ജനറേഷനിൽ ഇന്നത്തെ തലമുറയിലെ നടന്മാർ നോക്കുകയാണെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സൗഹൃദം, അവർ കാത്തുസൂക്ഷിക്കുന്ന ഒരു സൗഹൃദം, എല്ലാവരും പരസ്പരം മറ്റുള്ളവരുടെ സിനിമകളെ പ്രൊമോട്ട് ചെയ്യുക, ഒരു പക്ഷേ സ്വന്തം സിനിമകളെക്കാൾ ഏറെ ഫേസ്ബുക്കിൽ മറ്റുള്ളവരുടെ സിനിമകളെ കുറിച്ച് നല്ലത് സംസാരിക്കുക, അങ്ങനത്തെ ഒരു പ്രവണതയൊക്കെ ഉണ്ട്. എന്താണ് അതിനെക്കുറിച്ച്, ഇപ്പോഴത്തെ സൗഹൃദത്തെക്കുറിച്ചും ആ ഒരു പരസ്പരമുള്ള ആ ഒരു ആ ഒരു പ്രോത്സാഹനത്തെക്കുറിച്ചും ഒക്കെ പറയാനുള്ളത്? അല്ല, അത് ശരിക്കും വേണ്ടതാണ്. ഒരു സിനിമ ഇറങ്ങി ആ സിനിമ വിജയിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓഡിയൻസ് തോന്നുന്ന ഒരു ഫീൽ എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂടി എന്താണ് പറയുക, എനിക്ക് തോന്നുന്നു 10-36 ആൾക്കാർ എന്തോളം അതിനെ ഒരുമിച്ച് അത് ഷെയർ ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ഭയങ്കരമായിട്ട് അതിൻ്റെ കൂടെ നിന്നു. ഇതെല്ലാം സിനിമകൾക്ക് ഉണ്ടാകുമ്പോൾ ഈ കോമ്പറ്റേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ കണ്ട് മാറും. എല്ലാവരുടെയും സിനിമകൾ വിജയിക്കട്ടെ, എല്ലാവരുടെയും കൂടെയുണ്ട്. അത് ഇനിയും വരണമെന്നാണ് പേഴ്സണലി എൻ്റെ ആഗ്രഹം. ഒരു സമയത്ത് പോലും അങ്ങനെ ഒരു ജലസി, അല്ലെങ്കിൽ ജലസി എന്നുള്ളത് ഞാൻ അത്ര നെഗറ്റീവായിട്ട് ഉദ്ദേശിച്ചതല്ല, പക്ഷെ എന്നാൽ പോലും അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ആ ഒരു വേഷം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു, അങ്ങനത്തെ വേറൊരാളുടെ ഒരു സക്സസ് കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അല്ല, ചില സിനിമകൾ കാണുമ്പോൾ ഈ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതൊരു ജലസിയുടെ അങ്ങനെ ഭാഗമായിട്ടല്ല, പക്ഷേ അയ്യോ ഈ ക്യാരക്ടറിന് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നല്ലോ, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. അതെനിക്ക് തോന്നുന്നു എല്ലാ നടന്മാർക്കും എല്ലാ നടികൾക്കും അത് ഫീൽ ചെയ്യും, സംവിധായകർക്കും തോന്നും, അല്ലെങ്കിൽ ഈ സിനിമ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നാം. അത് ബിനുവിനെ കുറിച്ച് ഞാൻ കേട്ടൊരു കാര്യം, അച്ഛൻ്റെ ഒരു ഡയലോഗ് ഡബ് സ്മാഷോ മറ്റോ ചെയ്ത് മഞ്ജു വാര്യരുമായിട്ടുള്ള ഒരു സംഭാഷണത്തെ കുറിച്ച് അങ്ങനെ കേട്ടു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് മഞ്ജു ചേച്ചി ഡബ് സ്മാഷ് ചെയ്തത് തിരിച്ചയച്ചു വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് ആ പറഞ്ഞ അതേ ഡയലോഗ് തന്നെ ഞാനതൊരു വോയിസ് മെസ്സേജ് അയച്ചു ഞാൻ ചേച്ചിക്ക്. എന്തായിരുന്നു ആ വോയിസ് മെസ്സേജ്? വളരെ നന്നായിരുന്നു വോയിസ്. ഞാൻ വിചാരിച്ചു അച്ഛന്റെ ശബ്ദത്തിൽ ചെയ്തിട്ടുണ്ടാവും. അല്ല, വളരെ നന്നായിരുന്നു. അച്ഛൻ പറഞ്ഞ രീതിയിലാണ് ഞാൻ. എങ്ങനെയാ അച്ഛൻ പറഞ്ഞ രീതിയിൽ? അതെങ്ങനെയാ പറഞ്ഞത്? അതല്ല പറഞ്ഞത്. അല്ല മോളെ, ഭയങ്കര നന്നായിട്ടുണ്ട്, ഞാൻ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നുള്ള രീതിയിൽ. എന്നാ തമാശയാക്കണ്ട കേട്ടാ, വേണ്ടേ? നന്നായി. ആദ്യം പറഞ്ഞപ്പോ പറയാഞ്ഞതേ നമ്മൾ നിർബന്ധിച്ചാണെന്ന് പറയാമല്ലോ. നന്നായിരുന്നു കേട്ടോ. തീർച്ചയായും. മുൻപ് ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടില്ലേ? അപ്പം ആ ഒരു നിർമ്മാതാവിന്റെ ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സമാധാനം തോന്നുന്നുണ്ടോ, അതോ അതും കൂടെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടാണോ തോന്നാറ്? ഞാൻ നിർമ്മിച്ച പടങ്ങൾ എന്ന് പറയുന്നത് ഞാനെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ഒരു കൂട്ടം സുഹൃത്തുക്കളൊക്കെ ആയിട്ട്. കാര്യം അതൊക്കെ വളരെ ലോ ബഡ്ജറ്റ് സിനിമകളാണ്. ഇപ്പോൾ ഐൻ ആണെങ്കിൽ അല്ലെങ്കിൽ സഹീർ ആണെങ്കിൽ അത്തരം സിനിമകൾ കൂടുതൽ ഫെസ്റ്റിവൽ സർക്യൂട്ട്സിൽ വരുന്ന സിനിമകളാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, വളരെ ചെറിയൊരു ബജറ്റിലാണ്. അപ്പോൾ പക്ഷേ ഈ ഫെസ്റ്റിവൽ സർക്യൂട്ട്സിലൂടെ തന്നെ ആ ബജറ്റൊക്കെ നമുക്ക് കവറായി പോകാറുണ്ട്. ഈ പറഞ്ഞ പോലെ അവാർഡ് തുകയായിട്ടും അതുപോലെ ഫെസ്റ്റിവൽസിൽ പ്ലേ ചെയ്യുമ്പോൾ, പിന്നെ അതുപോലെ ഈ ഫോറിൻ റൈറ്റ്സ് അതൊക്കെ നമുക്ക്. അപ്പോൾ അതൊക്കെ ഒരു
കുറച്ചൊരു ഈ പറഞ്ഞ പോലെ ഒരു ഇനിഷ്യലായിട്ട് നമുക്ക് വലിയൊരു Safe ആയിട്ടുള്ള ഒരു കളിയാണ്. ഇനിഷ്യലായിട്ടൊരു വലിയ എമൗണ്ട് കിട്ടില്ലെങ്കിൽ പോലും ഒരു കുറച്ച് കാലഘട്ടം കൊണ്ട് നമുക്കത് കിട്ടുന്നത്. അപ്പം പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ സക്സസ്ഫുൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ അത് ഇതുമായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഗായത്രി ഈ ഒരു ഷോ ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോവുക ഗായത്രി ആയിരിക്കും എന്ന്. പക്ഷെ വളരെ സൈലന്റ് ആയിട്ടാണ് ഗായത്രി ഇരിക്കുന്നത്. ഗായത്രി എന്താണ് ഇങ്ങനെയാണോ ശരിക്കും, അതോ ഇങ്ങനെ ആയിപ്പോയതാണോ ഇപ്പൊ കുറച്ചു കാലം കൊണ്ട്? അല്ല അല്ല, എനിക്ക് ഒറ്റയ്ക്ക് ഒരു അവസരം കിട്ടിയില്ല, ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാറുള്ളൂ, മാറി ഇന്റർവ്യൂവിൽ അങ്ങനെ അധികം. അല്ല, നമ്മളെ കണ്ട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരിരിക്കുമ്പോ അവരല്ലേ സംസാരിക്കുന്നത്. ഇവര് 3 പേര്. അല്ല, ഇവര് 3 പേരും. അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആയിട്ടിരിക്കണേ. അല്ലെങ്കിൽ ഇവിടെ അയ്യോ ഭയങ്കര എനിക്ക് ഒറ്റയ്ക്ക് ഒരു ചാൻസ് ഒന്നാൽ ഞാൻ. ഗായത്രി ഭയങ്കര ലവബിൾ ആണ്. നമുക്ക് താങ്ക് യു സിദ്ധാർത്ഥ, താങ്ക് യു. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു തുടങ്ങിയാൽ തന്നെ അത് കസേര എന്താന്ന് വെച്ചാൽ അടുത്ത് കാണുന്ന എന്ത് വെച്ചാൽ അടിച്ച് ചേർക്കുന്ന അത്രയ്ക്ക് ഒരു ഇല്ല. സീരിയസ് ആയിട്ട് ഭയങ്കര എന്ന് വെച്ചാൽ നമുക്കൊരു വളരെ അടുപ്പം തോന്നുന്ന, വളരെ ഒരു ഇന്റിമേറ്റ് ഫീല് വരുന്ന അപൂർവം ചില ആർട്ടിസ്റ്റുകളുള്ള ഒരാളാണ്. വിശ്വസിച്ച് പറയാത്ത പോലൊരു മുഖഭാവം. നിവിന്റെ ചിത്രങ്ങൾ പ്രേക്ഷകർ, പ്രത്യേകിച്ച് യുവാക്കൾ, വളരെയധികം ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. പ്രേമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രേമം ഒരു തവണ കണ്ടവരല്ല, ഒന്നിലധികം കണ്ടവരാണ് കൂടുതലും. തമിഴ്നാട്ടിലൊക്കെ 9ഉം 14ഉം ഒക്കെ തവണ സിനിമ കണ്ടിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എങ്ങനെയാണ് ഈ ആരാധകരെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അല്ല, അതിന് പ്രത്യേകിച്ച് ഞാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ആരാധകർ ഇപ്പം എല്ലാ നടന്മാർക്കും എല്ലാവർക്കും സ്വാഭാവികമായിട്ടും സിനിമകൾ വിജയിക്കുമ്പോൾ അതിന് കൂടെ വരുന്നതാണ് ആരാധകർ. അതിനെക്കാട്ടിലും ഒക്കെ ഉപരി ഇപ്പൊ പ്രേമത്തിന് ശേഷം എനിക്ക് തോന്നുന്നു എല്ലാ ക്യാമ്പസുകളിലും പെൺകുട്ടികൾ ഉൾപ്പെടെ ജോർജിന്റെ വേഷങ്ങൾ സ്വീകരിച്ച ഇതാണ്. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ, അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് ആരാധികമാരിൽ നിന്ന് കിട്ടുമ്പോൾ, ഒരു സന്യാസിയോടൊക്കെ ചോദ്യം ചോദിച്ചോലും എനിക്ക് തോന്നുന്നു ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഇവരൊക്കെ ഇങ്ങനെ എന്താണ് പറയുന്നത്, അത്രയ്ക്കേ ഉള്ളൂ. സിനിമകൾ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇത് അനുകരിച്ച് ഫോട്ടോസും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. നമ്മളും ഇതേപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പലരെയും അനുകരിച്ചിട്ടുണ്ട്. ആരൊക്കെ ചെയ്തിട്ടുണ്ട്? മമ്മൂക്കയുടെ ആണെങ്കിലും ലാലേട്ടൻ്റെ ആണെങ്കിലും പല രീതിയിൽ എല്ലാവരും അനുകരിക്കുന്നവരാണ്. അപ്പോൾ പിൽക്കാലത്ത് നമ്മൾ സിനിമയിൽ ഒരിക്കലും നമ്മുടെ സിനിമ വിജയിച്ചു, അതിനകത്തൊരു ക്യാരക്ടറിൻ്റെ വേഷം കോളേജുകൾ കുട്ടികൾ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു, എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ, ഒരു ഫീലാണ്. ആദ്യമായിട്ട് ഇപ്പൊ മലർവാടി സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആ ഒരു സമയത്ത് എന്തായിരുന്നു മാനസികാവസ്ഥ? ഫസ്റ്റ് ടൈം ആ ഒരു ബിഗ് സ്ക്രീനിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഫീലല്ലേ അത്. നമ്മളെ എത്താൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് സ്ക്രീനിൽ ബാക്കി ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് നമ്മളെ കാണുമ്പോൾ ഭയങ്കര പ്രൗഡ് ഫീലാണ്. അതിനുശേഷം തിരിച്ചറിഞ്ഞൊക്കെ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി പുറത്തിറങ്ങി. അല്ല, ആ ഒരു പ്രൈവസി നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ, അതോ ഇതൊക്കെ എൻജോയ് ചെയ്യണോ പതിവ്? എൻജോയ് ചെയ്യും. ചില സമയത്ത് പ്രൈവസിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതിന് ആരോടും കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതിങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സഖാവിന്റെ സിനിമയുടെ ഭാഗമായിട്ട് റോഡ് ഷോ ഒക്കെ നമ്മൾ തലശ്ശേരിയിൽ വളരെ നല്ലൊരു പ്രതികരണം. അതെ അതെ അതെ. അപ്പോൾ ആ സമയത്ത് ഫുള്ള് ഇപ്പം ഞാൻ പറയായിരുന്നു, അത് ഒരു ത്രൂ ഔട്ട് ഡേ ഒരു പകല് മുഴുവൻ ഒരു ഓപ്പൺ ജീപ്പിൽ ഈ പറഞ്ഞ പോലെ വളരെ മീൻസ് ആൾക്കാരൊക്കെ വന്ന് ഇവനെ പിടിക്കുകയും ഇതാക്കുക. പക്ഷെ അതൊക്കെ വളരെ ഒരു വിത്ത് എ സ്മൈൽ, ഒരു നല്ലൊരു ചിരിയോടുകൂടിയാണ് ഇതാക്കി. അപ്പം ഞങ്ങളിങ്ങനെ ഇതിൻ്റെ കൂടെ ഉള്ളായിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഇത് ആളുകൾ എങ്ങനെ ഇതാക്കുന്നത്. പക്ഷെ അത് എടുത്തു പറയേണ്ട ഒരു. അതുപോലെ തന്നെ തലശ്ശേരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, സാധാരണ എല്ലാവരും ഓഡിയോ ലോഞ്ച് ഒരു സിനിമയുടെ പറയുമ്പോൾ ഒരു AC ഒരു ഹോളെടുത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെയ്യുന്നതാണ് പതിവ്. അതിൽ നിന്നൊക്കെ ഉപരിയായി ആലപ്പുഴയിൽ ബീച്ച് സൈഡിൽ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇപ്പോൾ ഈ ബീച്ച് സൈഡിൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ എയറിൽ നമ്മൾ ക്ഷണിക്കപ്പെടാത്ത അതിഥികളിൽ തന്നെ ഒരുപാട് സഹാക്കന്മാരുണ്ടാവും. അപ്പം അവരുടെയൊക്കെ മുന്നിൽ നമ്മുടെ ഒരു പരിപാടി നടത്തുന്ന ഒരു സുഖം ഒരിക്കലും ഈ പറഞ്ഞ പോലെ AC ഹോളിനകത്ത് അടച്ചിട്ട അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുമ്പിൽ നടത്തുമ്പോൾ നമ്മൾ പറയുന്നത് തന്നെ സഖാവിൻ്റെ കഥയാണ്. അപ്പം എപ്പോഴും സാധാരണക്കാരായ ആളുകളുമായിട്ട് സംവേദിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് നിവിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ഓഡിയോ ലോഞ്ചും പൊതുമധ്യത്തിൽ വെച്ചിട്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട്, ആ നാട്ടിലുള്ള എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവന് ഏതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന സിനിമകൾ? ഏതൊക്കെയാണ് ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന? ഒരു തമിഴ് പടമാണ്, റിച്ചി എന്നാണ് സിനിമയുടെ പേര്. അത് കഴിഞ്ഞ് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറഞ്ഞ സിനിമ.
അത് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള അൽത്താഫ് സംവിധാനം ചെയ്ത സിനിമയാണ്. എൻ്റെ പടമാണ് വരാനുള്ളത്. അപ്പോൾ ഈ സിനിമകളിലൊക്കെ ഒരു സിനിമയിൽ തന്നെ 2-3 ഗെറ്റപ്പിലൊക്കെ വരുമ്പോൾ അടുത്തൊരു സിനിമ ചെയ്യുമ്പം ഇനി എന്ത് ട്രൈ ചെയ്യണം, അങ്ങനത്തെ ഒരു ആശങ്കയൊക്കെ വരാറുണ്ടോ? അല്ലാതെ ചില സിനിമകളാണ് അത് ഡിമാൻഡ് ചെയ്യുള്ളൂ. എല്ലാം വ്യത്യസ്തമായി ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ചില സിനിമകൾ അത് ഡിമാൻഡ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ അത് ഡിമാൻഡ് ചെയ്തിരുന്നു. ഞണ്ടുകളുടെ നാട്ടിലെ ഡെവൽ അങ്ങനെ ഭയങ്കര ഒരു മേക്ക് ഓവർ ആവശ്യമില്ലാത്തൊരു പടമാണ്. അത് വേറെ രീതിയിലുള്ളൊരു പടം. റിച്ചി പക്ഷേ കുറച്ച് ഇതേപോലെ ആവശ്യമുള്ള ഒരു സിനിമ. അപ്പോൾ അത് ഓരോ സിനിമയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഗായത്രിയുടെ ഇനി വരാൻ പോകുന്ന ചിത്രം ഏതാണ്? ഒന്നുമില്ല, ഒരെണ്ണുണ്ട്. നാം എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറാണ്, ജോഷി തോമസ് എന്ന് പറഞ്ഞിട്ട്. ഗൗതമിയൊക്കെ ഉള്ള അല്ലല്ല, ഞാനുണ്ട്, പിന്നെ എബിയിലത്തെ മെറീന ഉണ്ട്, അലമാര അതിഥി, പിന്നെ ശബരീഷ് ചേട്ടനുണ്ട്. അലമാര അതിഥി അങ്ങനെയാണോ? അലമാരയിലത്തെ നായിക അതിഥി, പിന്നെ ശബരീഷ് ചേട്ടനുണ്ട്. അതൊരു ക്യാമ്പസ് സിനിമയാണ്. അതുണ്ട് വരെ. അത് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും, എല്ലാ ഡയറക്ടേഴ്സും എൻ്റെ സങ്കടം മനസ്സിലാക്കണം. വിനു, താങ്കളിലേക്ക് വരുമ്പോൾ ഇനി കൂടുതൽ സിനിമയുടെ പിന്നണിയിലാണോ മുന്നണിയിലാണോ പ്രതീക്ഷിക്കാൻ പറ്റും? പിന്നണിയിലാണ് താല്പര്യം. അതന്നെ തുടർന്നും ചെയ്യാനാണ്. അഭിനയിച്ചാൽ പോവും അഭിനയിക്കാൻ. പിന്നണിയാണ് നോക്കുന്നത്. വിഷു, ഈസ്റ്റർ കാലാണ്. നിവിൻ ഏതാണ് ആഘോഷിക്കാൻ പോകുന്നത്? നമ്മൾ സഖാവ് ആഘോഷിക്കാൻ പോകണം. സഖാവിന്റെ വളരെ നല്ല ഉത്തരം. സഖാവിന്റെ വിജയം ആഘോഷിക്കാം. എന്നാലും ഒരു വിഷുകാല ഓർമ്മകളിലേക്ക് പോകുമ്പോൾ എന്താണ് വിഷു, ഈസ്റ്റർ? അല്ല, വിഷു ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, വിഷു എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങുന്ന സമയമാണ്. ഞാൻ വിചാരിച്ചു കൈനീട്ടമൊക്കെ കിട്ടുമെന്ന് പറയാം. നമുക്കങ്ങനെ കൈനീട്ടം അങ്ങനെയൊന്നും കിട്ടാറില്ല. ഒന്നാമത് വെക്കേഷനായിരിക്കും. വെക്കേഷനിൽ ഫ്രണ്ട്സിനോട് അടിച്ച് വിളിക്കുക, നല്ല സിനിമകൾ കാണുക. ഇത് തന്നെയാണ് എന്നെ സംബന്ധിച്ചോളം വിഷു. ചാനലുകളിൽ നല്ല സിനിമകൾ വരും, അതൊക്കെ കാണുക. അതെ, എനിക്ക് ഗായത്രിയുടെ ഒരുപാട് തൃശ്ശൂർ ഭാഷകൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞാനും ആ തൃശ്ശൂർ ഭാഷയിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോവായിരിക്കുമെന്ന്. തൃശ്ശൂർ ഭാഷയിൽ ഒരു 5 സെന്റൻസ് പറയൂ പ്ലീസ്. തൃശ്ശൂർ ഭാഷ സത്യം അല്ലേ? ഇതെങ്ങനെയാണ് വിഷുവിനെ കുറിച്ച് ഒരു 5 സെന്റൻസ് തൃശ്ശൂർ പറയണേ? വിഷുക്കൈ നീട്ടം, വിഷുക്കണി, വിഷുക്കായ. വിഷുക്കായോ? വിഷുക്കായ എന്താണ്? വിഷുക്കായ സത്യം പറയട്ടെ, അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷെ എന്നോടൊരു ഇന്റർവ്യൂവിൽ ഇങ്ങോട്ട് ചോദിച്ചതാ. അതാ ഞാൻ ഇപ്പൊ വിഷുക്കായ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഇത്ര. ഞാൻ വിഷുക്കായ കഴിച്ചിട്ടുണ്ടോ സിദ്ധാർത്ഥേട്ടൻ? കഴിച്ചിട്ടുണ്ടോ? അതന്നെ. പിന്നെ എന്താ, വീട്ടില് തറവാട്ടില് കൂടുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമകള് തറവാട്ടിലല്ല, അത്രേ ഉള്ളൂ. പിന്നെന്താ, ഈ പറഞ്ഞ പോലെ നല്ല സിനിമകൾ ഇറങ്ങും, ടിവിയില് നല്ല സിനിമകൾ ഉണ്ടാവും. കഴിഞ്ഞ വർഷം ജേക്കബിന്റെ സ്വർഗരാജ്യം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ സ്വന്തം ഇന്റർവ്യൂസും കാണാം. അല്ല, തിയേറ്ററില്. ഒരുപാട് സമയം സംസാരിച്ചു, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. സഖാവ് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എന്താണ് നിവിന് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരുപാട് നാൾക്ക് ശേഷം ഒരു സിനിമ വരികയാണ് തിയേറ്ററിൽ. കഴിഞ്ഞ വിഷുവിനാണ് ഒരു സിനിമ റിലീസ് ചെയ്ത്, അടുത്ത വിഷുവായി. വളരെ വലിയൊരു എഫേർട്ട് ഈ സിനിമയുടെ പിന്നിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിശേഷം. തിയേറ്ററിൽ പോയി കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് ഒരുപാട് നന്ദി. സഖാവിനും അതോടൊപ്പം വരാനിരിക്കുന്ന എല്ലാ ചിത്രങ്ങൾക്കും എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ എല്ലാ 4 പേർക്കും വിഷു, ഈസ്റ്റർ ആശംസകൾ. നന്ദി. നന്ദി. ഹാപ്പി വിഷു, ഹാപ്പി ഈസ്റ്റർ.